ഹായ് ഓൾ, വെൽക്കം ടു i+. ഞാൻ അക്ഷര. LP-UP പരീക്ഷയ്ക്ക് നമുക്ക് സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൽ നിന്ന് RBI കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. ഓൾറെഡി ഒരു ക്ലാസ്സിൽ നമ്മൾ RBI കുറിച്ച് പ്രധാനപ്പെട്ട വിശേഷണങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട കുറച്ച് ഫാക്ട്സും ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സെക്ഷനാണ്. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ആരാണ്? ആദ്യ ഗവർണർ എന്ന് പറഞ്ഞാൽ ഓസ്ബോൺ സ്മിത്ത് ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇന്ത്യക്കാരനല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പായിട്ടാണ് RBI രൂപം കൊണ്ടതെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓസ്ബോൺ സ്മിത്ത് ആണ് ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കോഡ് ഉണ്ടല്ലേ, ഒരു റിസർവ് ബാങ്ക് ജനിച്ചു, അതിൻ്റെ കൂടെ തന്നെ ഒരു ഗവർണറും ജനിച്ചു, ബോൺ ചെയ്തു. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് പറയും ഓസ്ബോൺ സ്മിത്ത്. അതിനുശേഷം ഇന്ത്യക്കാരനായ ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? അപ്പോൾ ഇദ്ദേഹത്തിന് ശേഷം, ഓസ്ബോൺ സ്മിത്തിന് ശേഷം ഒരു വ്യക്തിയും കൂടെ വന്നു, ടൈലർ വന്നു. അതിനുശേഷമായിട്ട് മൂന്നാമതായിട്ട് വന്ന റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? അത് CD ദേശ്മുഖ് ആണ്. CD ദേശ്മുഖും ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ കോഡ് പറയാറുണ്ട്. ദേശത്ത് ആദ്യമായി മുഖം കാണിച്ചു എന്നുള്ള കോഡ് പണ്ട് മുതലേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ CD ദേശ്മുഖ് ആണ് ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ റിസർവ് ബാങ്ക് ഗവർണർ. അടുത്തത് ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആയിരുന്നത്, ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്ന ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിരുന്ന വ്യക്തി ആരാണ്? ബെനഗൽ രാമറാവു. ബെനഗൽ രാമറാവു ആണ്. കല്ല് പോലെ ഉറച്ചിരുന്നു എന്നൊക്കെ ഉള്ള കോഡുകൾ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണല്ലേ. ഇപ്പോൾ ഒരുപാട് കാലം ഇരുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കല്ല് പോലെ ഇരുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താണ്? ബെനഗൽ രാമറാവു ആണ് ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിട്ട് ഇരുന്നിട്ടുള്ളത്. ഇത് നമുക്ക് RBI പല അളവുപരമായിട്ടുള്ള ഉപാധികളും ഉപയോഗിക്കാറുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും RBI നടത്തുന്ന അളവുപരമായിട്ടുള്ള പല ഉപാധികൾ? അതായത് മൊത്തത്തിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് അളവുപരമായിട്ടുള്ള ഉപാധികൾ എന്തൊക്കെയാണ് നടത്തുന്നത് നോക്കിക്കഴിഞ്ഞാൽ CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഓരോ വസ്തുതയും എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയോ തെറ്റോ എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ CRR, ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്താണ്? കരുതൽ ധനാനുപാതം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞത്. അപ്പോൾ മലയാളത്തിലെ ടേംസ് പഠിച്ചു വെക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ മലയാളത്തിലായിരിക്കും ചോദിക്കുക. അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കരുതൽ ധനാനുപാതം. വാണിജ്യ ബാങ്കുകളുടെ നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം RBIയിൽ ക്യാഷായി സൂക്ഷിക്കണം. അപ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് നിക്ഷേപങ്ങൾ കിട്ടുമല്ലോ. അപ്പോൾ ജനങ്ങൾ നേരിട്ട് RBIയുമായിട്ട് കണക്ഷനൊന്നുമില്ല. ജനങ്ങൾ എവിടെയായിരിക്കും? വാണിജ്യ ബാങ്കുകളിലായിരിക്കും പണം നിക്ഷേപിക്കുന്നത്. ആ നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം എപ്പോഴും വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യണം? RBIയിൽ ക്യാഷായി സൂക്ഷിക്കണം. അപ്പോൾ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കരുതൽ ധനാനുപാതം, CRR എന്ന് പറയുന്നത്. അടുത്ത SLR അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ അതിന് കൃത്യമായിട്ട് നമ്മൾ മലയാളം ടേം ഇല്ല, ഇങ്ങനെ തന്നെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ബാങ്കിൽ തന്നെ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ RBI സൂക്ഷിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അവിടെ കിട്ടുന്ന നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ബാങ്കിൽ തന്നെ സൂക്ഷിക്കണം. അപ്പം ഈ കിട്ടുന്ന ആ ഒരു നിക്ഷേപം പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ലോണായിട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരു നിശ്ചിത ശതമാനം എന്ത് ചെയ്യണം? ബാങ്കിൽ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി റിപ്പോ നിരക്ക്, റിവേഴ്സ് റിപ്പോ നിരക്ക്, ബാങ്ക് നിരക്ക്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളൂടെ നമുക്കൊന്ന് നോക്കാം. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുന്ന നിരക്കാണ്. റിസർവ് ബാങ്ക് ആർക്ക് വായ്പ കൊടുക്കാറുണ്ട്? വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു നിരക്കിനെയാണ് നമ്മൾ പറയുന്നത് റിപ്പോ നിരക്ക്. പത്രങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട് റിപ്പോ നിരക്ക് ഉയർത്തി കുറച്ചു എന്നൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ TVയിലൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ കൊടുക്കുന്ന ആ ഒരു നിരക്കാണ് റിപ്പോ റേറ്റും. അപ്പം നേരെ ഓപ്പോസിറ്റ്, നേരെ റിവേഴ്സ് എന്ന് ചിന്തിച്ച് വാണിജ്യ ബാങ്കുകൾ RBIക്ക് വായ്പ നൽകുന്നത്. വാണിജ്യ ബാങ്ക് ആർക്ക് കൊടുക്കുന്നു? RBIക്ക് വായ്പ നൽകുകയാണെങ്കിൽ ആ നിരക്കാണ് റിവേഴ്സ് റിപ്പോ. അപ്പോൾ റിപ്പോ റേറ്റ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിവേഴ്സ് റിപ്പോ പഠിക്കാം. ഇനി RBI വാണിജ്യ ബാങ്കുകൾക്ക് യാതൊരു ഈടുമില്ലാതെ വായ്പ നൽകുന്ന നിരക്കാണ് ബാങ്ക് നിരക്ക് അല്ലെങ്കിൽ ബാങ്ക് റേറ്റും. നമ്മൾ ഈ റിപ്പോ നിരക്കിൻ്റെ കാര്യം പറഞ്ഞു. റിപ്പോ നിരക്കാകുമ്പോൾ എന്താണ്? അവിടെ ഒരു ഈട് കാണും, കൊലാട്രൽ കാണും. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്താണ്? ഈടൊന്നുമില്ലാതെ കൊടുക്കുന്ന ആ ഒരു വായ്പ, ആ ഒരു നിരക്കിനെയാണ് നമ്മൾ എന്താ പറയുക? ബാങ്ക് നിരക്ക് അല്ലെങ്കിൽ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ RBI ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്തു. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.